അഴിമതിയുടെയും കെടുകാര്യസ്ഥതയുടെയും കേന്ദ്രമായി ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങൾ. നിരവധി ക്ഷേത്രങ്ങൾ സ്വർണ്ണ മോഷണങ്ങളിലടക്കം ആരോപണമുന്നിൽ നിൽക്കുമ്പോൾ മലപ്പുറം തിരൂർ തൃപ്രങ്ങോട് ക്ഷേത്രത്തിലും സ്വർണ്ണമോഷണം നടന്നു. ക്ഷേത്രം ജീവനക്കാരനാണ് കാണിക്കയായി സമർപ്പിച്ച സ്വർണം മോഷ്ടിച്ചത്. ജീവനക്കാരനെ സംരക്ഷിക്കാൻ കേസ് നടത്താനായി ക്ഷേത്രം ട്രസ്റ്റ് ചെലവാക്കിയത് 45,000 രൂപയാണ്. ഈ എക്സ്ക്ലൂസീവ് വാർത്തയുടെ വിവരങ്ങളുമായി അനഘ ഹർഷൻ ഒപ്പം ചേരുന്നു. അനഘ, ഈ മലബാർ മേഖലയിലെ സ്വർണ്ണ കവർച്ചയിൽ അനഘ തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന വാർത്തകളുടെ ഒരു പരമ്പര വരുന്നുണ്ട്. ഇതിപ്പോൾ ജീവനക്കാരൻ ഭക്തർ കാണിക്കയായി സമർപ്പിച്ച സ്വർണം മോഷ്ടിച്ചു എന്ന സംഭവം. എന്നാൽ അതേസമയം ആ ജീവനക്കാരനെ സംരക്ഷിക്കുന്ന ദേവസ്വം. അതുകൊണ്ടാണല്ലോ 45,000 രൂപ ചെലവഴിച്ച് കേസ് നടത്തിയത്. ചേർത്ത് പിടിക്കുകയാണ് മോഷണം ചെയ്തയാളെ. വിവരങ്ങൾ. തീർച്ചയായും കൃഷ്ണരാജ്, മലബാർ ദേവസ്വം ബോർഡിന് കീഴിൽ ഏകദേശം 5,000-ലധികം ക്ഷേത്രങ്ങളുണ്ട്. ഈ ക്ഷേത്രങ്ങളിലൊക്കെ തന്നെ ഈ നടക്കുന്ന മോഷണത്തിന്റെ കെടുകാര്യസ്ഥതയുടെ ഒക്കെയുള്ള വിവരങ്ങൾ, മലബാർ ദേവസ്വം ബോർഡിന്റെ കൃത്യമായ അനാസ്ഥയുടെ വിവരങ്ങളാണ് ഓരോ ദിവസവും പല ക്ഷേത്രങ്ങളിൽ നിന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ മലപ്പുറം ജില്ലയിലുള്ള തൃപ്രങ്ങോട് ശിവക്ഷേത്രത്തിൽ നിന്ന് വരുന്ന ഏറ്റവും പുതിയ വാർത്തയാണ്. അതായത് ഈ ക്ഷേത്രത്തിൽ ഒരു കളവ്, ഒരു മോഷണം നടക്കുന്നു. ഭഗവാന് ഭക്തർ കാണിക്കയായി സമർപ്പിച്ചിരിക്കുന്ന ആ സ്വർണം അത് ക്ഷേത്രത്തിലെ ഒരു ജീവനക്കാരൻ തന്നെ മോഷ്ടിക്കുന്നു. ആ മോഷണത്തിന്റെ CCTV ദൃശ്യങ്ങളടക്കം ഈ ക്ഷേത്രത്തിലുള്ള ക്ഷേത്രം ട്രസ്റ്റി അംഗങ്ങൾക്കും മറ്റുമൊക്കെ ലഭിക്കുന്നു. പക്ഷേ അങ്ങനെ ലഭിക്കുമ്പോൾ പോലും ആ മോഷ്ടിച്ച ആ മോഷ്ടാവിനെ സംരക്ഷിച്ചു നിർത്തുന്ന നിലപാടാണ് ഈ ക്ഷേത്രത്തിന്റെ ഭാഗത്തു നിന്നും മലബാർ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നതാണ്. ഈ സംഭവം നടക്കുന്നത് 2021-ലാണ്. ആ സമയത്ത് ഈ ക്ഷേത്രത്തിലേക്ക് ഒരു ഭക്തൻ ഒരു കൈച്ചെയിൻ ഈ ഭഗവാന് കാണിക്കയായി സമർപ്പിക്കുന്നു. ഈ കൈച്ചെയിൻ ആ ക്ഷേത്രത്തിലെ സെക്യൂരിറ്റി ജീവനക്കാരൻ അത് മോഷ്ടിക്കുന്നു. ഈ കൈച്ചെയിൻ ആരാണ് മോഷ്ടിക്കുന്നത് എന്നതടക്കമുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ആ ക്ഷേത്രത്തിനുള്ളിലുണ്ടായിരുന്ന CCTVയിൽ കൃത്യമായി പതിഞ്ഞിരുന്നു. ആദ്യഘട്ടത്തിൽ ഇവർ ആദ്യം തന്നെ ചെയ്തത് ആ CCTV ഒളിപ്പിക്കുകയാണ് ചെയ്തത്. പിന്നീട് ക്ഷേത്രത്തിലെ മറ്റ് ജീവനക്കാരെല്ലാം കൂടി ചേർന്ന് ഇതാരാണ് മോഷ്ടിച്ചത് എന്ന് കണ്ടെത്തുന്നു. അങ്ങനെയാണ് ക്ഷേത്രത്തിലെ സെക്യൂരിറ്റി ജീവനക്കാരിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. പക്ഷേ ഇത് കൃത്യമായി തന്നെ ക്ഷേത്രം ട്രസ്റ്റി അംഗങ്ങൾക്കും അതുപോലെ തന്നെ മലബാർ ദേവസ്വം ബോർഡിലെ അംഗങ്ങൾക്കൊക്കെ തന്നെ കൃത്യമായി മനസ്സിലാകുമായിരുന്നു. പക്ഷെ എന്നിട്ടും ഇത് അന്വേഷിക്കാനായി ക്ഷേത്രം ഒരു അന്വേഷണ കമ്മീഷനെ വെക്കുന്നു. ഈ അന്വേഷണ കമ്മീഷന് വെച്ചതിന്റെ വകയിൽ ക്ഷേത്രത്തിന് ചെലവായിരിക്കുന്നത് 1-2 രൂപയല്ല, 45,000 രൂപയാണ് ഈ വകയിൽ ചെലവായിരിക്കുന്നത്. കൃത്യമായി തന്നെ അറിയാം ഈ സെക്യൂരിറ്റി ജീവനക്കാരാണ് ഈ സ്വർണം മോഷ്ടിച്ചത് എന്നതടക്കം. പക്ഷേ പിന്നീട് ഇയാളെ വെറും ഒരു മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യുന്നു. വീണ്ടും ക്ഷേത്രത്തിലേക്ക് തന്നെ മലബാർ ദേവസ്വം ബോർഡിലെ ജീവനക്കാർ ഇയാളെ തിരിച്ചെടുക്കുന്നു. ഇപ്പോഴും അയാൾ ആ ക്ഷേത്രത്തിൽ തുടരുന്നു എന്നതാണ്. ഭഗവാന് ഭക്തർ കാണിക്കയായി സമർപ്പിച്ച സ്വർണം അത് ഒരു ദാക്ഷിണ്യവുമില്ലാതെ അത് അവിടെ നിന്ന് മോഷ്ടിക്കുന്നു. അതിനുശേഷം പിടിക്കപ്പെടുന്നു. CCTV ദൃശ്യങ്ങളടക്കം പ്രചരിക്കുന്നു. എന്നിട്ടും ഒരു മാസത്തെ സസ്പെൻഷൻ നൽകി അതേ ജീവനക്കാരനെ തിരിച്ച് ക്ഷേത്രത്തിലേക്ക് എടുക്കുന്നു എന്നതാണ്. ഇത് ക്ഷേത്രം ജീവനക്കാരെ നമുക്ക് ഇതിൽ കുറ്റം പറയാൻ സാധിക്കില്ല. പക്ഷേ മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ഒരു ക്ഷേത്രമാണ്. ക്ഷേത്രത്തിൽ ഇത്തരത്തിൽ ലഭിക്കുന്ന ഭഗവാന് സമർപ്പിക്കുന്ന ഇത്തരം കാണിക്കയായിട്ടുള്ള വസ്തുക്കളുടെ ഒക്കെ കസ്റ്റോഡിയൻ എന്ന് പറയുന്നത് ഈ മലബാർ ദേവസ്വം ബോർഡാണ്. ആ മലബാർ ദേവസ്വം ബോർഡ് ഈ സംഭവം അറിഞ്ഞിട്ടും ഒരു നടപടിയും സ്വീകരിച്ചില്ല. ആ സെക്യൂരിറ്റി ജീവനക്കാരനെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടില്ല, മൗനം തുടർന്നു. അതിന്റെ പേരിൽ അവരും കൂടി ക്ഷേത്രത്തിലെ ചില ജീവനക്കാരും അതുപോലെ തന്നെ മലബാർ ദേവസ്വം ബോർഡും കൂടി ഒത്തുചേർന്നിട്ടുള്ള ഒരു നടപടിയാണ് സ്വീകരിച്ചിരിക്കുന്നത് എന്നതാണ്. ആ സെക്യൂരിറ്റി ജീവനക്കാരൻ ഇപ്പോഴും ആ ക്ഷേത്രത്തിൽ തുടരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ എന്ത് സുരക്ഷിതത്വമാണ് ഭക്തർ അമ്പലത്തിൽ കാണിക്കയായി ഭഗവാന് സമർപ്പിക്കുന്ന ഈ സ്വർണവും അടക്കമുള്ള വസ്തുക്കളിൽ എന്ത് സുരക്ഷിതത്വമാണ് ഉള്ളത് എന്നാണ് ഭക്തർ ചോദിക്കുന്നത്. ഇതിപ്പോ CCTV ദൃശ്യങ്ങൾ അടക്കമുണ്ട് ഇയാൾ മോഷ്ടിക്കുന്നു എന്ന് വ്യക്തമാകുന്ന വിധം. എന്നിട്ടും പണം ചെലവഴിച്ച് ഈ മോഷ്ടാവായ സെക്യൂരിറ്റി ജീവനക്കാരനെ സംരക്ഷിക്കണമെങ്കിൽ അതിലും വലുത് ചെയ്തവർ അവിടെ ഉണ്ടാകണമല്ലോ.
തീർച്ചയായും കൃഷ്ണ, അതുകൊണ്ട് തന്നെയാണ്, അതായത് ഈ സെക്യൂരിറ്റി ജീവനക്കാരനെ ഏതെങ്കിലും തരത്തിൽ ക്ഷേത്രത്തിൽ നിന്ന് പുറത്താക്കുന്ന അയാൾക്കെതിരെ നടപടി എടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കടന്നാൽ അയാൾ പലതും വിളിച്ചു പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതിനെ കൂടി മറ്റുള്ളവർ ഭയക്കുന്നുണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു മോഷണം നടത്തിയവരെ ഈ രീതിയിൽ ചേർത്ത് പിടിക്കുന്ന തരത്തിലേക്ക് കടക്കുന്നതും ഇതിനൊക്കെ തന്നെ കൃത്യമായി തന്നെ താക്കീത് ചെയ്തുകൊണ്ട് അതിനെയൊക്കെ വിലക്കേണ്ടിയിരുന്നത് മലബാർ ദേവസ്വം ബോർഡാണ്. അതിനുവേണ്ടിയാണ് ക്ഷേത്രങ്ങൾക്ക് സംരക്ഷണം നൽകുന്നതിന് വേണ്ടി, ക്ഷേത്രങ്ങളുടെ കാര്യങ്ങൾ കൃത്യമായി മുന്നോട്ട് പോകാൻ വേണ്ടിയാണ് അത്തരത്തിലൊരു ദേവസ്വം ബോർഡിന് ഇതിന്റെയൊക്കെ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത്. പക്ഷേ അവരാണ് ഇതിന് കൂട്ടുനിൽക്കുന്നത് എന്നാണ് അത്യന്തം ദുഃഖകരമായ ഒരു കാര്യം. ഇതൊരു ക്ഷേത്രത്തിലെ അനുഭവമല്ല, മലബാറിലെ വിവിധ ക്ഷേത്രങ്ങളിൽ ഇത്തരത്തിൽ തന്നെയാണ്. ഈ മലബാർ ദേവസ്വം ബോർഡ് നേരിട്ട് നിയമിക്കുന്ന എക്സിക്യൂട്ടീവ് ഓഫീസർ അടക്കം ഇത്തരത്തിൽ ഓരോ ക്ഷേത്രത്തിൽ നിന്നും പണം അല്ലെങ്കിൽ അത് തിരിമറി നടത്തി അത് മോഷ്ടിച്ച് കൊണ്ടുപോകുന്ന സാഹചര്യമുണ്ട്. എന്നിട്ട് പോലും മലബാർ ദേവസ്വം ബോർഡ് അവിടെയൊക്കെ മൗനം തുടരുകയാണ്. ആ മൗനം ഇവിടെയും തുടരുന്നുണ്ട് എന്നുള്ളതാണ് കൃഷ്ണരാജ്. ശരി, അഴിമതിയുടെയും കെടുകാര്യസ്ഥതയുടെയും കേന്ദ്രങ്ങളായി മാറുന്നു ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങൾ. ഇന്നത്തെ മോഷണ വാർത്ത വരുന്നത് മലപ്പുറം തിരൂർ തൃപ്രങ്ങോട് ക്ഷേത്രത്തിലാണ്. അവിടെ സെക്യൂരിറ്റി ജീവനക്കാരൻ ഒരു കൈച്ചെയിൻ അത് മോഷ്ടിച്ചുവെന്ന് CCTV ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. പക്ഷേ ആ സ്വർണം മോഷ്ടിച്ചുവെന്ന് ദൃശ്യങ്ങൾ വ്യക്തമാക്കിയിട്ടും ജീവനക്കാരനെ സംരക്ഷിക്കാൻ ക്ഷേത്രം ട്രസ്റ്റ് 45,000 രൂപ ചെലവഴിച്ചു എന്നാണ് ഈ എക്സ്ക്ലൂസീവ് വാർത്തയുടെ വിവരങ്ങൾ നൽകുകയായിരുന്നു അനഘ ഹർഷൻ.